സിറാജുള്ളതൊക്കെ കിട്ടുന്ന നേരത്തെ പൈസ മുടക്കാൻ വേണ്ടി മൂപ്പരെന്ത് ചെയ്തു? പേരോടിന്റെ അടുക്കല് ഓരോരുത്തർ പൈസ കൊണ്ടു കൊടുക്കുമ്പോ പേരോട് കീസ കാണിച്ചിട്ട് കീസയിലിട്ടോ എന്ന് പറയുന്നത് നേരത്തെ പൈസ ഓരോരുത്തർ കൊണ്ടുവരുമ്പോ ഞാൻ കീസയിലിടാൻ പറയാറുണ്ട്. അത് മൂപ്പരെ എടുത്ത് കാണിച്ചു, കണ്ടോ കീസയെ പൈസ ഇടാൻ പറയുന്നത് കണ്ടോ എന്ന്. അപ്പൊ എനിക്ക് വളരെ സന്തോഷമായി. ഞാനത് പല സ്ഥലത്തും എടുത്ത് കാണിച്ച് മൗലവി പറഞ്ഞത്. അതിന്റെ പുറമെ ഞാൻ അതിന്റെ വസ്തുത വിശദീകരിച്ചു. അപ്പോഴെന്തായി എന്നറിയോ? നേർച്ച പൈസ വരല് കൂടി കൂടി കൂടി. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, സുബ്ഹാനല്ലാഹ്, ഇപ്പോഴും അന്ന് മൗലവി ആദ്യം ഇവിടെ വരുമ്പോ 2 ലക്ഷം റുപ്യ നേർച്ച കിട്ടാറുണ്ട്. ഇപ്പോഴും 4 ലക്ഷത്തോളം കിട്ടാൻ തുടങ്ങി ഒരു മാസത്തിൽ നേർച്ച. അപ്പൊ എന്തായിന്നറിയോ? എന്റെ കീശയിൽ കൊണ്ടുവന്നിരുന്ന പൈസ കീശയിൽ നിറഞ്ഞിട്ട് പിന്നെല്ലാം കൂടി കനത്ത് എടുക്കാൻ കഴിയാണ്ടായി. അപ്പൊ ഞാനൊരു നമ്മളെ കൂടെയുള്ള മുത്താലിമീങ്ങളോട് പറയും, ഒരു സഞ്ചി കൊണ്ടുവന്നിട്ട് മോനെ കീശയിൽ ഓരോരുത്തർ കൊണ്ടുവന്ന് ഇടുമ്പോ നീ മെല്ലെ വലിച്ചിട്ട് അത് എടുത്തിട്ട് സഞ്ചിയിലിടണോ. ഇപ്രാവശ്യം മൗലവി വന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഈ എന്റെ കീശയിൽ നീ മുത്താലിമീങ്ങൾ കീശയിൽ പൈസ എടുത്തിട്ട് സഞ്ചിയിലേക്ക് ഇടുന്നത് കാണിച്ചു. എന്നിട്ട് മൂപ്പര് പറയാ, കണ്ടോ പേരോടിനെ വിശ്വാസം ഇല്ലാത്തോണ്ട് പോക്കറ്റ് അടിക്കുന്നത് കണ്ടോ. ഒന്ന് വെച്ചു വിട്ടാ മോനെ പോക്കറ്റടി. മൂപ്പരിവിടെ പോക്കറ്റിൽ കിട്ടപ്പോ മൂപ്പരിവിടെ വന്ന് പറഞ്ഞിരുന്നു, അത് ഞാൻ സിറാജുലുദയിലേക്കുള്ളതാണ്, അതുകൊണ്ടാണ് പോക്കറ്റിൽ ഇടുന്നത്. പക്ഷെ മൂല്യന്മാർക്ക് വിശ്വാസം വേണ്ടേ? ഒരു മൂല്യര് മൂപ്പര പോക്കറ്റിലേക്ക് വല്ലതും വീണുണ്ടോന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടോണ്ട് പറഞ്ഞുതരാം, അതാ നോക്കണേ. പോക്കറ്റിലേക്ക് വല്ലതും വരുന്നുണ്ടോ നോക്കിയാ ഇട്ടു വേണ്ട, അപ്പെടുക്കും മൂല്യര്. വിശ്വാസല്ലേ? നോക്കോളീൻ, കണ്ടോ, ശ്രദ്ധിച്ചോളി. അത് പോക്കറ്റ് അടിച്ചു. എന്തിവിടെ വന്ന് പ്രസംഗിച്ചിട്ട് എന്താ? എന്റെ പോക്കറ്റിൽ ഇരുന്നത് അത് മുങ്ങലിവിടെ ഒന്നും പറഞ്ഞ് നിങ്ങളെ ആൾക്ക് വരെ വിശ്വാസമില്ല. വീണ അപ്പം പോക്കറ്റ് അടിച്ചു മൂപ്പര്. വിശ്വാസം വേണ്ടേ? സ്ഥിരം കാണിച്ചോളട്ടോ, സ്ഥിരം കാണിച്ചോളൂ. നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞതായി പ്രാവശ്യോ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇയാൾക്കല്ലേ എന്താ പറയട്ടെ ഇയാളെ പറ്റി. വിശ്വാസമില്ലാത്തവന്റെ കീശയെന്ന് വേറൊരുത്തൻ എടുക്കുന്നതിന്റെ പേരാ പോക്കറ്റടിന്ന് മൗലവി. ഈ പോക്കറ്റടി എന്തിനാ പറയാന്നും കൂടി ആയത്ത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഹദീസ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്നാ നിങ്ങൾക്ക് സാധാരണ എടുക്കുന്ന പണിയെ പറ്റി വിവരം വേണ്ടേ? ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ മൗലവി, ഇനി കേട്ടോളി സഹോദരന്മാരെ. എന്നാ നിങ്ങൾക്കൊന്ന് കേൾക്കണോ മൗലവി? മുജാഹിദീങ്ങൾ നേർച്ച പൈസ കൊടുക്കുന്ന നിങ്ങളെ പ്രസംഗം കേട്ടിട്ട്. കാരണം മുജാഹിദീക്കും മനസ്സിലായി സിറാജുലുദയിലേക്ക് നേർച്ചയ്ക്ക് എന്തോ ഒരു ഫലമുണ്ട്. അങ്ങനെ അവരും നേർച്ച കൊടുക്കാൻ തുടങ്ങി. അങ്ങനത്തെ ഒരു സംഭവം ഇപ്പൊ അടുത്തുള്ള ഒന്ന് ഞാൻ കാണിച്ചു തരാം. എന്റെ അടുത്ത് പൈസ കൊണ്ടു തന്നിട്ട് അദ്ദേഹം പറയുന്നു, നിങ്ങൾ കേട്ടോളി. വന്നിട്ട് 2 മാസം കഴിഞ്ഞു. 2 മാസം എന്താ വന്ന വിശേഷം? വന്ന സ്ഥാനം കാണുകയും പിന്നെ പറമ്പൊന്ന് നിറച്ച് പൈസ നേരത്തേക്ക് ഞങ്ങൾ കാര്യങ്ങൾ പറയാൻ ചിറാജ് സംഖ്യ ഇപ്പം 16,422. നിങ്ങളെ സ്വന്തം എൻ്റെ മുമ്പ് പലരും നിറച്ച് വെച്ചിട്ടുണ്ട്. 16,425. അഡ്രസ് ആരുടെ കൊടുത്തിന്? അത് പുറത്തെല്ലാം ഏൽപ്പിച്ചു ചെയ്തിട്ടുണ്ട്. എൻ്റെ റസീറ്റാ ഇതിപ്പോൾ സൗദിയിൽ നിന്ന് ഏൽപ്പിച്ച് ഇതുണ്ട്. ഇവിടെ നാട്ടിൽ നിന്ന് തന്നെ പലതും അസുഖം ചെയ്ത്. പിന്നെ പ്രത്യേകിച്ച് സൗദിയിൽ നിന്ന് ഒരാൾ സുഹൃത്ത്, എനിക്ക് 13 വർഷത്തോളം പരിചയമാണ്. ആളവരെ പൈസ ഒരാളെ മുക്കിക്കൊണ്ടുപോയി. ആള് മുജാഹിദായിട്ടാണ്. പൈസ പോയപ്പോഴാണ് മുജാഹിദായിട്ടാണ്. നേഴ്സൊന്നും ഇല്ലാത്ത ആളാണ്. അത് ഘട്ടം വന്നപ്പം 2 മാസത്തോളമായി ഈ പൈസ പോയിട്ട്. അങ്ങനെ സിറാജിനെ പറ്റി പറഞ്ഞപ്പോൾ ആളുകൂടെ നിർച്ചയാക്കാൻ 100 രൂപ നിർച്ചയാക്കാൻ. ആ 100 രൂപ നിർച്ചയാക്കി. എന്തെല്ലാം 15 ദിവസം പറയുമ്പോൾ മൊത്തം പൈസ കിട്ടി. പൈസ കിട്ടിയപ്പോൾ ആള് 140 500 രൂപ തന്നു. ഏൽപ്പിച്ചു തന്നു. അതും ഈ പൈസ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്ഥാനം പ്രത്യേകം ദ്വാ ചെയ്യാൻ പറഞ്ഞു. ഉമ്മാക്ക് സുഖമില്ല, കാലിപ്പോയായിരുന്നു. ദ്വാ ചെയ്യാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്.
നന്നാക്കാൻ പറ്റും. ആമീൻ. നമുക്ക് പൈസ പോയിട്ട് 2 മാസം കഴിഞ്ഞിട്ട് നേർച്ചയാക്കിയതാണ് സിറാജുൽ ഉദലിക്ക് 101 റിയാല് സൗദി അറേബ്യ എന്ന് മുജാഹിദ് നേർച്ചയാക്കിയിട്ട് കിട്ടിയപ്പോ 500 തന്നത് അയാൾ പറഞ്ഞു. അത് സെലഫിക്ക് ഒരു സന്തോഷ വാർത്തയാണ്. മുജാഹിദികൾ നേർച്ചയാക്കിയാണല്ലോ.